ഇങ്ങനെയാണ് ഈ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത്. ആ വാചകങ്ങൾ കേൾക്കൂ. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ. ആകാശം മുഴുവൻ നിഗൂഢത നിറഞ്ഞതാണ്. അതിൽ തിളങ്ങുന്ന താരങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ എന്താണ് വെളിവാകുന്നത്? താരങ്ങൾ, നക്ഷത്രങ്ങൾക്ക് അത്ര ശോഭയില്ല, അത്രയും വെട്ടിത്തിളങ്ങുന്നില്ല. നോക്കൂ, അകലെ നിന്ന് കാണുമ്പോൾ ഉപ്പും പഞ്ചസാരയും ഒരുപോലെയാണെന്ന് കൂടി പറഞ്ഞാണ്, ഈ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി പറയുന്നുണ്ട് കൃത്യമായി. സെറ്റിൽ ഇടനിലക്കാരുണ്ടെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഏതൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങൾ നമ്മുടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്നുണ്ട് സിനിമയുടെ ഭാഗമാകാൻ എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ പറയൂ. ഏറ്റവും പ്രധാനമായും പലതരത്തിലുള്ള ചർച്ചകൾ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ള ഒരു 86ാമത്തെ ഖണ്ഡികയാണ്. അതായത് നേരത്തെ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ സിനിമാ മേഖലയിൽ പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് അല്ലെങ്കിൽ കോംപ്രമൈസുകൾക്ക് ഈ സിനിമാ മേഖലയിൽ നടിച്ച് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നു എന്നുള്ള ഒരു സുപ്രധാന വിവരമാണ് 86ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതായത് അതിന്റെ ഏറ്റവും പ്രധാനമായ വരി, കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആർ ടു ടേംസ് വിച്ച് ആർ വെരി ഫെമിലിയർ among women in Malayalam film industry and by they are asked to make herself available for sex on demand. ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. പലതരത്തിൽ ഈ ലൈംഗിക ചൂഷണത്തിനടക്കം സ്ത്രീകൾ വിധേയരായി വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചൂഷണത്തിനടക്കം സ്ത്രീകൾ വിധേയരായി വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ 86ാമത്തെ ഖണ്ഡികയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന. അതടക്കമുള്ള സുപ്രധാനമായ പല വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ പ്രശാന്ത് കൃഷ്ണയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം അകത്ത് പോയി ഈ വിശദമായ റിപ്പോർട്ട് കൊണ്ട് വായിച്ച അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശാന്ത് ഏട്ടാ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായും നൽകാൻ കഴിയുന്ന ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? സ്റ്റെഫിന്, ഇതില് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ തിരുത്തലുകൾ വേണമെന്ന് സജഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ജെൻഡർ ഇക്വാലിറ്റി, അതായത് സ്ത്രീ പുരുഷ തുല്യത എന്നത് സിനിമയിൽ ഇല്ല എന്ന് തന്നെയാണ് ഈ കമ്മിറ്റി കണ്ടെത്തലിലൂടെ വിശദമാക്കുന്നത്. അതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കാം. ദ വേ വിമൻ ആർ റെപ്രസെന്റഡ് ഓൺ സ്ക്രീൻ ഈസ് ആൾസോ പ്രോബ്ലമാറ്റിക്. അതായത് സിനിമയിൽ ഒരു സ്ത്രീയെ അവതരിപ്പിക്കുന്നത് ഒരു കുഴപ്പം ശരിയായ രീതിയിലല്ല, ഒരു നെഗറ്റീവ് സെൻസിലാണ് എന്നതാണ്. മാത്രമല്ല അതിനകത്ത് സ്ത്രീകൾ സിനിമയിലെ കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണം അടക്കമുള്ള വളരെ, അതായത് ഒരു പ്രൈവസി ഇല്ലാത്ത തരത്തിൽ, അതായത് ഇങ്ങനെയാണ് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ലീഡ് റോൾസ് ആർ ഡൺ ബൈ വെരി യങ് വിമൻ ഹൂ വെയർ വെരി തിൻ ആൻഡ് ടൈറ്റ് ആൻഡ് റിവീലിംഗ് ക്ലോസ്. അതായത് വസ്ത്രധാരണത്തിലടക്കം അവർക്ക് ഒരു സ്വകാര്യത ഇല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻസോടെയാണ് ഇത്തരത്തിൽ ക്യാരക്ടറുകളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് വിശദമാക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ തന്നെ പല നമ്മുടെ മറ്റു ചില പോയിന്റുകൾ കൂടി വരുന്നുണ്ട്. സ്റ്റെഫിന് അത് വിശദമാക്കുമ്പോൾ ഞാൻ ഏതായാലും പ്രശാന്ത് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ ആ പേജുകൾ വായിച്ചിരുന്നു. അതായത് സ്ത്രീകളുടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ, ഈ സിനിമാ മേഖലയിലുള്ള ചൂഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദമായ റിപ്പോർട്ടാണ്. ഈ അടി മുതൽ മുടിവരെ എന്ന് പറയുന്ന തരത്തിൽ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം, അതോടൊപ്പം തന്നെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ മുടിയുടെ രീതി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചത്. അതായത് ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും